ഹായ്, ഗുഡ് മോർണിംഗ്. പിന്നെ ഇന്ന് രാവിലെ തന്നെ ചേട്ടനെയൊക്കെ പറഞ്ഞു വിട്ടിട്ട് നേരെ അടുക്കളയിൽ കയറി പയർ തലേ ദിവസം കോരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പയർ തോരന് വേണ്ടിയിട്ട് അതിന് മുള വന്നോ എന്നാണ് ഞാൻ ആദ്യം നോക്കുന്നത്. എനിക്ക് അതിൻ്റെ മുള വന്നിങ്ങനെ ഇരിക്കുന്നത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ മുള വന്നോന്നൊക്കെ നോക്കിയിട്ട് നേരെ കട്ടനിട്ട പാത്രത്തിനെയും അരിപ്പിനെയൊക്കെ അങ്ങ് കഴുകി വെച്ചിട്ട് ചോറ് വെച്ചിട്ടില്ലായിരുന്നു ഇന്നലെ. ഇത്തവണ ഞങ്ങളല്ലെങ്കിൽ സുലേഖയാണ് വാങ്ങുന്നത്. ഇത്തവണ കൊണ്ടുവന്ന അരി സുലേഖ അല്ലെന്നാണ് എൻ്റെ 100% വിശ്വാസം. ഒരു സുലേഖ ചോദിച്ചപ്പോഴത്തേക്ക് എടുത്ത് കൊടുത്ത അരി എന്നാണ് പറഞ്ഞത്. എന്തോ ഒരു കുഞ്ഞരി കേട്ടോ. നമ്മുടെ ജീര റൈസിൻ്റെ കാലം കുറച്ചുകൂടെ ഉള്ളൂ. നമ്മുടെ പൊന്നി അരിയൊക്കെ ഇല്ലേ, നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു അരി അതുപോലെ ഇരിക്കുന്നു. പെട്ടെന്ന് വേവുകയും ചെയ്യും. തലേ ദിവസമൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ റൈസ് കുക്കറിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്നെടുത്താലേ അത് പായസം. ഞാനൊരു ദിവസം ഫസ്റ്റ് ഇത് വാങ്ങിയ ടൈമിൽ സുലേഖയെന്നും പറഞ്ഞാണല്ലോ കൊണ്ടുവരുന്നത്. കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി വേറെന്തോ പോലെ ഇരിക്കുന്നത്. എന്നാലും സുലേഖയെന്ന് പറഞ്ഞ് തന്നതല്ലേ എന്ന് പറഞ്ഞ് ഫസ്റ്റ് ഡേ ഇട്ട് വെച്ച് ഉച്ചയായപ്പോഴത്തേക്ക് നല്ലോണം അങ്ങ് വെന്തുപോയി കേട്ടോ. പായസം ആയില്ലെന്നേ ഉള്ളൂ, ആ കണക്കായിപ്പോയി. പിന്നെ അതിന് ശേഷം ഞാൻ ഇപ്പം നമ്മൾ റൈസ് കുക്കറിൽ ഇട്ടിട്ട് ഒരു അരമുക്കാൽ മണിക്കൂറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തന്നെ നല്ലതുപോലെ അങ്ങ് വേവും. പിന്നെ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെയൊക്കെ പ്രശ്നം കാരണം അതൊരു അനുഗ്രഹമായി എന്ന് വേണേലും പറയാം. പെട്ടെന്ന് വേവുമല്ലോ. പിന്നെ ഞാൻ ഇത് രണ്ടാമത് തിളപ്പിക്കാൻ നിൽക്കില്ല, റൈസ് കുക്കറിൽ നേരെ അങ്ങെടുത്ത് വടിക്കുകയുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ സുലേഖയൊക്കെ ആണെങ്കിൽ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഇത് ചൂടാക്കിയിട്ടാണ് വടിക്കുന്നത്. പിന്നെ പയറിനെ വേവിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും ഇട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അങ്ങ് സ്റ്റൗവിൽ വെച്ചു. അത് ഞാൻ ഇന്നൊരു പരീക്ഷണം നടത്തി. നമ്മൾ ഓരോരോ പരീക്ഷണങ്ങൾ നടത്തണമല്ലോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോഴാണല്ലോ നമ്മൾ പരീക്ഷണങ്ങൾ നടത്തേണ്ടത്. കുക്കറിലല്ല, സാധാരണ നമ്മുടെ പാത്രത്തിലേക്ക് വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ച് കേട്ടോ. തിളച്ചതിന് ശേഷം ഞാനങ്ങ് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് അത് അങ്ങനെ തന്നെ ഇരുന്ന് വേവുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്, തലേ ദിവസം ഇട്ട് വെച്ചതായതുകൊണ്ട് എന്തായാലും വേവുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനത് അങ്ങനെ വെച്ചത് കേട്ടോ. എന്തായിരുന്നാലും കുറച്ച് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം, അപ്പോൾ അറിയാം അത് വെന്തോ ഇല്ലയോ എന്ന്. പിന്നെ വേറൊരു പണി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ഒരു തേങ്ങ എടുത്തു. അതിൽ ഞാൻ വിചാരിച്ചു അത് കുലുങ്ങുന്നില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു കൊള്ളാമായിരിക്കും എന്ന് വിചാരിച്ച് പൊട്ടിച്ച് നോക്കി, അത് കൊള്ളൂലായിരുന്നു. കെട്ട തേങ്ങയായിരുന്നു, ഒരു സ്മെല്ല് വരില്ലേ, അങ്ങനത്തെ ഒരു തേങ്ങയായിരുന്നു. പക്ഷെ കണ്ടിട്ട് വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഒരു സ്മെല്ലും ഒരു ചെവയൊക്കെ ആയിരുന്നു. ഞാൻ കുറച്ചെടുത്ത് കഴിച്ച് നോക്കിയപ്പോഴത്തേക്ക് എന്ന് വെച്ചാൽ കളർ വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്ന് വിചാരിച്ചാൽ ഞാനെടുത്ത് കുറച്ച് വായിലിട്ട് നോക്കി. അപ്പോൾ വല്ലാത്തൊരു ചെവയായിരുന്നു. പിന്നെ അതിനെ കൊണ്ട് കളഞ്ഞിട്ട് വേറൊരു തേങ്ങ എടുത്ത് പൊട്ടിച്ചു, തോരന് വേണ്ടിയിട്ട്, പയർ തോരന് വേണ്ടിയിട്ട്. പിന്നെ ഈ തേങ്ങ തിരുവുന്നതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നമ്മുടെ കോവയ്ക്ക ഉണ്ടായിരുന്നു. കോവയ്ക്ക കുറച്ച് ദിവസമായി ശ്രീനിധിയും ശ്രീഭാഗ്യം കൂടെ അരിഞ്ഞു തന്നതാണ് കേട്ടോ. അതിനെ അങ്ങ് അടുപ്പിലാക്കി കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്. പക്ഷേ കോവയ്ക്കയിലേ അധികം എണ്ണ പിടിക്കൂല കേട്ടോ. നമ്മൾ ഇത്തിരി എണ്ണ കൂടുതൽ ഒഴിച്ചിരുന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ വറുത്തതൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ എണ്ണ കുറച്ച് അധികം പിടിക്കാതെ നല്ല ബാലൻസ് കിട്ടും കേട്ടോ. ഞാൻ ആദ്യമൊക്കെ വിചാരിച്ചത് കോവയ്ക്കയ്ക്ക് ഒരുപാട് എണ്ണ വേണമല്ലോ എന്നാണ് വിചാരിച്ചത്. പക്ഷേ അധികം എണ്ണ പിടിക്കില്ല കോവയ്ക്കയ്ക്ക്. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിലിരുന്ന് മാവിനെ എടുത്ത് ഇഡലിക്ക് വേണ്ടിയിട്ട് പുറത്ത് വെച്ചു. പിന്നെ കാടമുട്ട അവിക്കാനിട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ കാടമുട്ട കുറച്ച് ദിവസമായി, 2-3 ദിവസമായി അത് വാങ്ങിയിട്ട്. അപ്പോൾ ഇനി അത് അവിച്ചിട്ട് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കേടാവും. അങ്ങനെ പിന്നെ കാടമുട്ട എടുത്തിട്ട് അവിക്കാനിട്ട്. കാടമുട്ടയിൽ ചെറുതായിട്ടൊക്കെ പൊട്ടിയിരുന്നിരുന്നാലും മാറ്റണ്ട കേട്ടോ. അത് അങ്ങനെ നമ്മൾ വെള്ളത്തിലിട്ട് തിളപ്പിക്കൂല, അപ്പോൾ അതിങ്ങനെ സ്പ്രെഡായി പോയെന്നില്ല. നമ്മുടെ കോഴിമുട്ടയാണെങ്കിൽ കുറച്ചൊക്കെ പൊട്ടിയിരുന്ന് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം എല്ലാം കൂടെ അങ്ങ് പുറത്ത് വരില്ലേ. പക്ഷെ കാടമുട്ടയ്ക്ക് എനിക്ക് തോന്നുന്നു തോട് കട്ടിയുള്ളതുകൊണ്ടാണോന്ന് അറിഞ്ഞൂടാ, അങ്ങനെ പുറത്തൊന്നും വരില്ല. ഞാനിപ്പോൾ അതിലൊരു മുട്ട പൊട്ടിയിരിപ്പുണ്ടായിരുന്നു, ഞാൻ അത് തന്നെയാണ് വെച്ചത്. അത് കുഴപ്പമൊന്നുമില്ലായിരുന്നു. പിന്നെ ഇന്നലെ ഇരുന്ന് കുറച്ച് പോർക്കുണ്ടായിരുന്നു. അതിനെ നല്ലോണം ഒന്ന് ചൂടാക്കി വെച്ച് കഴിഞ്ഞാൽ ഉച്ചത്തേക്ക് നല്ല ടേസ്റ്റായിരിക്കും. ഈ പോർക്ക്, ചിക്കൻ, നോൺ വെജ് സാധനങ്ങളൊക്കെ മിക്കവാറും തലേ ദിവസത്തെ സാധനങ്ങൾ പിറ്റേ ദിവസം എടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റാണ്. നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അന്ന് വച്ചതിനേക്കാളും പിറ്റേ ദിവസം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് മീനായിരുന്നാലും നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ലേ. പിന്നെ അത് തന്നെ നല്ലോണം ഒന്ന് വരട്ടിയൊക്കെ വെച്ചിട്ട് കാടമുട്ടയൊന്ന് അതിൻ്റെ തോലൊക്കെ കളഞ്ഞിട്ട് നല്ലോണം വൃത്തിയാക്കി വെച്ചു.
എന്നിട്ട് നേരെ തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കടുകും ഒക്കെ ഇട്ടിട്ട് തോരനെ അങ്ങ് തട്ടി. ഞാൻ മുന്നേയൊക്കെ തോരൻ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നല്ലോണം ഈ തേങ്ങയും ജീരകം, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ അരച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പയറിനെ തട്ടി അതിൽ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് തേങ്ങയും ഇട്ട് നമ്മുടെ വെളുത്തുള്ളി കുറച്ചൊന്ന് ചതച്ചിടും. അങ്ങനെ മഞ്ഞൾപ്പൊടി ഇട്ട് മുളക് പൊടി ചിലപ്പോൾ ഇടും കേട്ടോ, എപ്പോഴും ഇടാറില്ല, ചിലപ്പോൾ ഇടും. ചിലപ്പോൾ പിള്ളേർ എരിവ് കൂടിപ്പോയാൽ കഴിച്ചില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാനങ്ങനെ ഇടാറില്ല. അങ്ങനെ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങളൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കുറച്ച് നേരമൊക്കെ ഒന്ന് അടച്ച് വയ്ക്കുമ്പോഴത്തേക്ക് അതെല്ലായിടത്തും നല്ലോണം പിടിക്കും. പിന്നെ ഈ സമയം കൊണ്ട് ഇഡലിക്ക് വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇഡലി തട്ടിൽ നല്ലതുപോലെ വെളിച്ചെണ്ണ ചേർത്തിട്ട് നല്ലോണം ഒന്ന് തുടച്ച് കേട്ടോ. ഇനി വെളിച്ചെണ്ണ ഒന്നും തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെളിച്ചെണ്ണ തേക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് തേക്കണേ. കുറച്ച് വെള്ളം ഒഴിച്ചിരുന്നാലും മതി, ജസ്റ്റ് ഒന്ന് പൈപ്പിൻ്റെ മുട്ടിലൊന്ന് നനച്ചിട്ടേ ഈ തട്ട്. എന്നിട്ട് ഇഡലി ആയതിന് ശേഷം നല്ലതുപോലെ തണുത്തിട്ട് എടുത്താൽ മതി. തണുത്തിട്ട് എടുക്കുമ്പോൾ അത് നല്ലപോലെ അങ്ങ് ഇളകി വരും കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ തേച്ചില്ല, അല്ലെങ്കിൽ നമ്മുടെ സൺഫ്ലവർ ഓയിൽ തേച്ചിരുന്നാലും കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ തേക്കുന്നത് എന്താ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതൊന്നും തേച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ തോരനായി ആ സമയം കൊണ്ട് തോരനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് എൻ്റെ കയ്യിൽ ഈ ഒരു ചീനച്ചട്ടിയും പിന്നെ വേറൊരു കുഞ്ഞു ചീനച്ചട്ടിയും കൂടെ ഉണ്ട്. ഞാൻ എപ്പോഴും എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കാൻ എടുക്കുന്നത് ഇതിലാണ്. ഇതിൻ്റെ മറ്റേ ചീനച്ചട്ടിയിൽ ഞാൻ ഇങ്ങനെ വറക്കുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, പൂരി അല്ലെങ്കിൽ എന്തെങ്കിലും സ്നാക്സൊക്കെ എണ്ണയിൽ നല്ലോണം കുളിപ്പിച്ചെടുക്കാനുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ മറ്റേ ചീനച്ചട്ടിയിൽ വയ്ക്കുന്നത്. എന്നെ സംസാരിച്ചിട്ട് എൻ്റെ തൊണ്ട ഒരുമാതിരിയാവുന്നു. എന്നിട്ട് കാടമുട്ടയെ ഒന്ന് പുരട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോൺ സ്റ്റിക്ക് പാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയല്ല, നമ്മുടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ ചെറിയ ഉള്ളി കുറച്ചൊന്ന് മൊരിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ സമയം കൊണ്ട് നമ്മുടെ ചോറ് വെന്തിട്ടുണ്ടായിരുന്നു. അതിനെ നന്നായിട്ടൊന്ന് വടിക്കുന്നത് എങ്ങനെയാണ്, അതിനൊന്ന് വടിച്ചു വെച്ചു കേട്ടോ. എന്നിട്ട് നമ്മുടെ ആ സമയം കൊണ്ട് നമ്മുടെ കാടമുട്ടയ്ക്കുള്ള പുരട്ടിനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ഇട്ട് വയ്ക്കാം. മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കാടമുട്ടയിട്ട് കുറച്ച് ഉപ്പ് വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കൂട്ടെല്ലാം കൂടെ അതിൽ പിടിക്കാൻ കുറച്ചുകൂടെ ഒന്ന് എളുപ്പമായിരിക്കും. അങ്ങനെ കാടമുട്ടയൊക്കെ ഇട്ട് 2-3 ഇളക്കൊക്കെ ഇളക്കി അതങ്ങനെ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇട്ടേക്കാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ ഇഡലിയും വെന്ത് കഴിഞ്ഞു. അങ്ങനെ ഇഡലി തട്ടിയിൽ നിന്ന് ഇഡലിയൊക്കെ മാറ്റിയിട്ട് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് വെച്ച്, അപ്പോൾ ഒന്ന് നല്ലോണം ഇളകി വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ തളിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ, അത് പെട്ടെന്ന് തണുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഓരോരോ ട്രിക്കുകളാണ്. അങ്ങനെ ഇതിനിടയ്ക്ക് കാടമുട്ടയൊക്കെ ഒന്ന് ശരിയായി വന്നു. ഇങ്ങനെ ചോറിനെയൊക്കെ ഒന്ന് നൂത്ത് വെച്ചു, അടിക്കാൻ വെച്ചിരുന്ന ചോറിനെയൊക്കെ ഒന്ന് നൂത്ത് വെച്ചു. എന്നിട്ട് നേരെ ഇഡലിക്ക് എന്തെങ്കിലും കറി ഉണ്ടാക്കണമല്ലോ. ഞാൻ ഇന്നലെയൊക്കെ വിചാരിച്ചത് കിഴങ്ങ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഈ രാവിലെ എണീറ്റപ്പോൾ അതിനൊരു മടി, ഈ ഉരുളക്കിഴങ്ങൊക്കെ തോലൊക്കെ ചെത്തി എടുക്കണമെന്നൊക്കെ വിചാരിച്ചപ്പോൾ ഞാനങ്ങ് മടിച്ചു. എന്നിട്ട് മുളക് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ഉള്ളിയും തക്കാളിയും കൂടെ നല്ലപോലെ അരച്ച് അതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് നല്ലപോലെ ഒന്ന് അരച്ചിട്ട് നമ്മൾ ചമ്മന്തിയൊക്കെ കടുവറുത്തെടുക്കൂലേ, ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ട് അങ്ങനെ അങ്ങ് കടുവറുത്തെടുത്താൽ മതി. എന്നിട്ട് വേണേൽ ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കായപ്പൊടിയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിരിക്കും. അങ്ങനെ ഞാൻ മുളക് കറി ഉണ്ടാക്കി. ഇതിന് മുന്നേ മുളക് കറി ഉണ്ടാക്കുമ്പോൾ എനിക്ക് പറ്റുന്ന ഒരു അബദ്ധമായിരുന്നു. ഞാനിങ്ങനെ മുളക് കറി ഇങ്ങനെ ചീനച്ചട്ടിയിലേക്ക് ഒഴിച്ചിട്ട് ഞാനങ്ങ് വേറെ എന്തെങ്കിലും പണി നോക്കി അങ്ങ് പോകും. അപ്പോൾ ഈ തിളയ്ക്കുമ്പോഴത്തേക്ക് നമ്മൾ പാല് പിരിയൂലേ, അതുപോലെ ചിലപ്പോൾ പിരിയാറുണ്ടായിരുന്നു. ഇപ്പം അത് എനിക്ക് മാത്രം പറ്റിയ അബദ്ധമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഇപ്പം ഞാൻ ഇങ്ങനെ തിളയ്ക്കുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കും. ഇതിനിടയ്ക്ക് ശ്രീഭാഗ്യ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് വിശക്കുന്നേന്ന് പറഞ്ഞിട്ട്. പിന്നെ പിച്ചിടണമെന്നൊക്കെ ചോദിച്ചപ്പം പിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് എടുത്ത് കഴിക്കാമല്ലോ. അങ്ങനെ പിന്നെ പിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് കാപ്പി കുടിച്ചിട്ട് വന്നു. ഞാൻ ചോദിച്ചു എനിക്ക് ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ എടുത്ത് തരുമെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അങ്ങനെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ക്യാമറാമാൻ റെഡിയായി നിൽപ്പുണ്ടേ. ഞാൻ പെട്ടെന്ന് തന്നെ ചോറും ശ്രീനിധിക്ക് പോകണ്ട, ശ്രീഭായിക്ക് മാത്രം പോയാൽ മതി. ശ്രീനിധിക്ക് എക്സാമാണ്, അതും ഉച്ചയ്ക്ക് ശേഷമേ ഉള്ളൂ എക്സാം. അപ്പോൾ പിന്നെ അവൾക്ക് ഈ 10ാം ക്ലാസ്സിലെ എക്സാം ഉള്ള ദിവസമൊന്നും അവൾക്ക് പോകണ്ട. ഇവൾ വേറെ സ്കൂളിലായതുകൊണ്ട് ഇവൾക്ക് എല്ലാ ദിവസവും പോകണം. അപ്പോൾ ഇപ്പോൾ ഇത്തിരി ചെറിയൊരു മടിയുണ്ട് പോകാൻ വേണ്ടിയിട്ട്.
ഉം. പിന്നെ പെട്ടെന്ന് തന്നെ ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വെച്ചിട്ട് എല്ലാ പാത്രങ്ങളിലും സ്പൂണുകളൊക്കെ ഇട്ട് തവിയും സ്പൂണൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെല്ലാം എടുത്ത് മാറ്റിയിട്ട് എല്ലാത്തിനെയും അടപ്പങ്ങ് അടച്ചു വെച്ചു. അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് അടുക്കളയിലിട്ട് കയറിയാൽ മതിയല്ലോ. ഇനി കുറച്ച് നമ്മളൊരു 2-3 മണിക്കൂറായിട്ട് ഈ ഇങ്ങനെ നിൽക്കുകയല്ലേ. അപ്പോൾ ഇനി കുറച്ച് സമയം റെസ്റ്റ് എടുക്കാം. അങ്ങനെ കുറച്ച് നേരം പത്രം വായിച്ചിട്ടോ പിള്ളേരുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചിട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ക്ഷീണമൊക്കെ അങ്ങ് മാറും. പിന്നെ ഇനി ഇത്തിരി ആയിക്കഴിഞ്ഞാൽ ഇനി ഒരു ആശ്വാസമാണ്. ഉച്ചവരെയുള്ള എല്ലാ പണികളും കഴിഞ്ഞല്ലോ. ഇനി എത്ര നേരം വേണേലും റെസ്റ്റ് എടുക്കാം കേട്ടോ. പിന്നെ ഞാനൊരാളിനെ കൂടെ കാണിച്ചു തരാം. വേറൊന്നുമല്ല, എന്നെ ഇത്രയും നേരം വീഡിയോ എടുക്കാൻ സഹായിച്ചത് വേറെ ആരുമില്ല, എൻ്റെ ട്രൈപോഡ് തന്നെ അതായത് ചില പൊസിഷനിലൊക്കെ വയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാൻ സെൽഫി സ്റ്റിക്കായിട്ട് വാങ്ങിയ സാധനമാണ്. അപ്പോൾ അധികം വെയിറ്റൊന്നും അത് താങ്ങൂല. അപ്പോൾ എന്നെ വീഡിയോ എടുക്കാൻ സഹായിച്ചത് ഈ ബക്കറ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ വേറൊന്നുമില്ല.